നമസ്കാരം, ഞാൻ ഭാഗ്യൻ. ഏവർക്കും ക്യാപ്ചർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്തിടെ ഏറെ വിവാദമായ അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്. ശ്രീ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഒരു സീൻ നാം എല്ലാം കണ്ടിട്ടുള്ളതാണ്. അത് വളരെയേറെ വിവാദമാവുകയും ഉണ്ടായി. നമ്മുടെ മലയാളിയുടെ ഏറ്റവും സവിശേഷമായൊരു സ്വഭാവം എന്തിനേയും ഏതിനേയും കാര്യകാരണങ്ങൾ പരിശോധിക്കാതെ തന്നെ വൈകാരികമായി സമീപിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിലും ധാരാളമായി അത് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ അടുത്തിടെയായി മലയാളികളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവ വ്യതിയാനം, എന്തിനേയും ഏതിനേയും ചില പ്രത്യേക ആംഗിളിൽ കൂടി മാത്രം നോക്കിക്കാണുക എന്നുള്ള വിഷയവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലെ കമൻറ്റ് ബോക്സുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളുമായിട്ട് പോകുന്നു. പ്രത്യേക തരത്തിലുള്ള ആളുകൾ, പ്രത്യേക തരം എന്ന് ഞാൻ പറയുമ്പോൾ പ്രത്യേക കാഴ്ചപ്പാടുള്ള ആളുകളുടെ ഒരു കൂട്ടായ ഒരു പ്രയത്നം അതിനകത്ത് ദർശിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ വിഷയത്തെ 2-3 രീതിയിൽ നോക്കിക്കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തനാണ്. ഗുരുവായൂർ കണ്ണൻ ഒട്ടേറെ കുസൃതികളും വേലത്തരങ്ങളും എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് യശോദ ചോദ്യം ചെയ്യുമ്പോൾ ഒരൊറ്റ പുഞ്ചിരിയിൽ അതെല്ലാം ഒതുക്കുന്ന ഒരു വൈഭവം ഉണ്ടായിരുന്നു കണ്ണൻ. ആ കള്ളക്കണ്ണൻ്റെ പുഞ്ചിരിയാണ് ആസിഫ് അലിയുടെ പുഞ്ചിരിയിൽ എനിക്ക് കാണുവാൻ കഴിയും. തീർച്ചയായും അത്തരം വൈകാരികമായ ഒരു സന്ദർഭത്തെ ഏറ്റവും ആക്ഷേപകരമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും തൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട് ആ വിഷയങ്ങളെ എല്ലാം തന്നെ, ആ സന്ദർഭത്തിൻ്റെ പിരിമുറുക്കത്തെ മുഴുവൻ അയക്കുവാൻ കഴിഞ്ഞ ആസിഫ് അലിയുടെ ആ പുഞ്ചിരിക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. ഒരു പ്രതിസന്ധിയെ ഒരു വിക്ടിമൈസ് ചെയ്യപ്പെട്ടുന്ന ഒരാൾ എത്ര മനോഹരമായാണ് അതിനെ മറികടന്നത് എന്ന് വളരെ ആശ്ചര്യപൂർവ്വമേ നമുക്ക് നോക്കിയെന്ന് കാണുവാൻ കഴിയും. ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ആ ചടങ്ങ്, ആ പുരസ്കാരദാന ചടങ്ങ് അലങ്കോലമാകുമായിരുന്നു. അതിനെ സന്ദർഭത്തിനൊത്തുയർന്ന് പ്രായത്തേക്കാൾ കഴിഞ്ഞ പക്വതയും വിജ്ഞാന പ്രതിബദ്ധതയും കാണിച്ചുകൊണ്ട് അതിനെ മറികടന്ന ആസിഫ് അലിക്ക് 100 അഭിനന്ദനം. ആ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാളികളിൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുകയുണ്ടായി. കൂടുതൽ ആളുകളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ, ഈ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അത് മറ്റൊരു വിഷയം, ശ്രീ രമേശ് നാരായണൻ സാറിനെ പോലെ വളരെ സീനിയറായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ, അല്ലെങ്കിൽ ഒരു കലാകാരൻ, ഏത് മേഖലയുമായിക്കോട്ടെ ഒരു കലാകാരൻ എന്ന രീതിയിൽ കാണിക്കേണ്ട ഔന്നിത്യം അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഇത്തരണത്തിൽ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കുന്നത്. അവിടെ ഉണ്ടായ ചെറിയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ, ശ്രീ രമേശ് നാരായണൻ സാറിൻ്റെ അത് കൂടി അല്ലാത്ത വിഷയങ്ങളാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതെങ്കിൽ കൂടി കാഴ്ചക്കാരുടെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രശസ്തനായ കലാകാരൻ പോട്ടെ, ഒരു വ്യക്തിയെ ഒരു പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അത് വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ യശസ്സിന് ഒട്ടും അഭിലഷണീയവുമല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിനു മുൻപും കേരളത്തിലെ വലിയ സാംസ്കാരിക നായകരും കലാകാരന്മാരും എല്ലാം കാണിച്ചിട്ടുള്ളതുപോലെ പല അവാർഡുകളും അല്ലെങ്കിൽ പല പ്രശംസാപത്രങ്ങളും നിരസിക്കുന്ന രീതിയുണ്ട്. അദ്ദേഹത്തിന് മാന്യമായിട്ട് ആ വേദിയിൽ വെച്ചത് നിരസിക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. മറിച്ച് ഇത് നൽകാൻ വിധിക്കപ്പെട്ട, ഈ സന്ദർഭത്തിൽ അങ്ങനെയേ പറയാൻ പറ്റൂ, വിധിക്കപ്പെട്ട ആസിഫ് അലിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറെ നിരാശാജനകമായിട്ടുള്ളത്.
അപ്പോൾ ആ സന്ദർഭത്തിനൊത്ത് ഉയരുവാൻ ശ്രീ രമേശ് നാരായണൻ സാറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിൽ അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിന് കാരണക്കാരൻ അദ്ദേഹം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. വേറൊരു വിഷയം, ഈ വിഷയത്തിൽ സംഘാടകർക്ക് പറ്റിയ പിഴവാണ്. എന്നാൽ രമേശ് നാരായണൻ സാറിൻ്റെ അനവസരത്തിലുള്ള പെരുമാറ്റം മൂലം ആ വിഷയത്തെ ആരും കാര്യമായി പരാമർശിച്ചു കണ്ടില്ല. ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പാലിക്കപ്പെടേണ്ട മിനിമം മര്യാദകൾ പാലിക്കുന്നതിന് സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ അവതാരകയുടെ വീഡിയോയിൽ നിന്നും ആ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല. ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു ഇത്. ഒരുപാട് പ്രസ്, മീഡിയ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഫോട്ടോഗ്രാഫേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല. കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണത്. അപ്പോൾ അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഷോ. മറ്റൊരു കാര്യം, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ കേരള സമൂഹം ഇന്ന് വളരെ വലിയ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് വശമതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആസിഫ് അലിയുടെയും രമേശ് നാരായണൻ സാറിൻ്റെയും എല്ലാം രാഷ്ട്രീയ ധാര അല്ലെങ്കിൽ അവർ പിൻപറ്റുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒന്നാണ് എന്നാണ് എൻ്റെ അറിവ്. എന്നാൽ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ രമേശ് നാരായണൻ നായരുടെ ജാതിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജാതീയമായ ഒരു വിഷയമായി വളർത്തുന്നതിനും പാർശ്വവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന വലിയൊരു വിഭാഗത്തെ കാണുവാൻ കഴിയും. തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഇന്നലെ വരെ ഒരേ തൂവൽ പക്ഷികളെപ്പോലെ അല്ലെങ്കിൽ ഒരേ പഥത്തിൽ സഞ്ചരിക്കുന്നവരായിരുന്നവർ ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ ചില കുൽസിത കക്ഷികൾ, അത് ആ കക്ഷികൾ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അത് എന്നെ തുറന്നുള്ള കമൻറ്റ് ബോക്സും മറ്റു കാര്യങ്ങളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള വലിയ ഒരു അത്തരത്തിലുള്ള വലിയ ഒരു ശ്രമം ബോധപൂർവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത്, നമ്മുടെ സമൂഹത്തെ വിഭാഗീയതയുടെ വലിയ വിൽപ്പനച്ചരകാക്കി മാറ്റുവാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ദാരുണമായ, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. അത്തരക്കാരെ നാം ബോധപൂർവം വൈകാരിക തലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബോധപൂർവം അത്തരക്കാരെ ഒറ്റപ്പെടുത്തുവാൻ കൂടി, ഇത്തരം സന്ദർഭങ്ങൾ തിരിച്ചറിയുന്നതിന് കൂടി ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഇടവരുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ പ്രതികരണം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.